നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് കേക്ക് ടിന്നിൻ്റെ അതേ ഷേപ്പിൽ ബേക്കിംഗ് പേപ്പർ കട്ട് ചെയ്ത് കുറച്ച് ബട്ടർ വെച്ച് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബേക്കിംഗ് പേപ്പർ അതിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയും കുറച്ച് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്, ടിഷ്യൂ വേണമെന്നില്ല കൈ വെച്ചിട്ട് ചെയ്താലും മതി, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദ എടുത്തിട്ട് ഇതേപോലെ തട്ടി കൊടുക്കുക. എക്സസ് വരുന്നത് നന്നായിട്ട് തട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മൈദ എത്തണം. അപ്പോൾ നമ്മുടെ കേക്ക് ടിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാനില സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ എടുക്കുക. ഇതേപോലെ ലെവൽ ചെയ്തിട്ട് വേണം മൈദ എടുക്കാൻ. അത് സിഫ്റ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സിഫ്റ്റ് ചെയ്തെടുക്കുക. 2-3 ടൈംസ് എങ്കിലും സിഫ്റ്റ് ചെയ്യണം, എന്നാലേ നന്നായിട്ട് അത് മിക്സായി കിട്ടുള്ളൂ. 3/4 കപ്പ് ഷുഗർ മിക്സിയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൗഡർ ചെയ്യുക. പൗഡർ ഷുഗറാണ് നമ്മൾ ബേക്കിങ്ങിൽ യൂസ് ചെയ്യേണ്ടത്. തീരെ ഗ്രാനുവൽസ് അതിൽ ഉണ്ടാവരുത്. പിന്നെ 4 എഗ്സ്, ഇതേപോലെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം, ഇല്ലെങ്കിൽ എഗ് വൈറ്റ് സെപ്പറേറ്റ് കിട്ടും, അതിലും ചെയ്താലും മതി. എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗള് നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം. വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല, നന്നായിട്ട് തുടയ്ക്കണം. എന്നിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഒരു 3-4 സ്പീഡിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി. ബീറ്റർ നന്നായിട്ട് സ്റ്റിഫ് പീക്സ് ആവുന്ന വരെ ബീറ്റ് ചെയ്യാം. ഇതേപോലെ ആയി വരും. നമ്മൾ പാത്രം കമുത്തിയാൽ എഗ് വൈറ്റ് താഴെ പോകരുത്. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ എടുത്ത് വെക്കുക. പിന്നെ എഗ് യോക്കിലേക്ക് നമ്മൾ പൗഡർ ഷുഗർ ആഡ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. അത്രയും നേരം ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/4 കപ്പ് ഓയിലാണ്. ഈ ഒരു ടൈമിലാണ് ഓയിൽ ആഡ് ചെയ്യേണ്ടത്. 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബീറ്റ് ചെയ്യുക. പിന്നെ വാനില എസൻസ് ആണ് ആഡ് ചെയ്യാനുള്ളത്. ഞാനിവിടെ ബുഷിൻ്റെ വാനില എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏത് ബ്രാൻഡിൻ്റെ വാനില എസൻസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലുള്ളത് ബുഷിൻ്റെ ആണ്, അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണാണ് വാനില എസൻസ് ആഡ് ചെയ്യേണ്ടത്. വാനില എസൻസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ളത് 1 ടേബിൾ സ്പൂൺ വാട്ടറാണ്. ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടുന്നവരെ ബീറ്റ് ചെയ്താൽ മതി, ഓവർ ബീറ്റ് ചെയ്യണ്ട. ഈ ബാറ്റിലേക്ക് ഫ്ലോർ മിക്സ് ആഡ് ചെയ്തിട്ട് ബീറ്റർ ഓൺ ആക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബീറ്റർ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നവരെ മാത്രം ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. പതുക്കെ വേണം ചെയ്യാനായിട്ട്. ഇതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്. ഈ മെത്തേഡിൽ വേണം ഇത് കംപ്ലീറ്റ് ആയിട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട്
കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുക, എയർ ബബിൾസ് പോകാനാണ്. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇനി ഓവനിലേക്ക് വെക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഓവൻ്റെ സെൻറ്റർ പോർഷനിൽ വേണം ബേക്ക് ചെയ്യാൻ വെക്കാൻ. പിന്നെ ടെമ്പറേച്ചറും ടൈമിങ്ങും സെറ്റ് ചെയ്ത് കൊടുക്കുക. ടെമ്പറേച്ചർ 160 ഡിഗ്രിയും ടൈമിംഗ് 35 മിനിറ്റ്സുമാണ് സെറ്റ് ചെയ്ത് വെച്ചത്. കേക്ക് ബേക്കായെന്നോന്ന് അറിയാൻ ഒരു സ്ക്വയർ വെച്ചിട്ട് നോക്കുക. അപ്പോൾ ക്ലീൻ ആണെങ്കിൽ കേക്ക് ബേക്കായി.